മാഷ് എന്നോട് ചോദിച്ചത് എന്നോട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ ചോദ്യത്തിനെല്ലാം പരിഹാരമായി എല്ലാത്തിനും സമാധാനമായിട്ടുണ്ടാവുന്നത്. പക്ഷെ അല്ല മാഷ്, ഞാൻ ഇപ്പോഴും ചോദിച്ച ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ആണ്. ഈ അമെൻമെൻറ്റ് ബിൽ, സ്ത്രീ പറയുന്ന വനിതാ അമെൻമെൻറ്റ് ബില്ല്, ആ അമെൻമെൻറ്റ് ബില്ലിനെ എന്തിന് ഡീലിമിറ്റേഷനുമായി കൂട്ടിക്കെട്ടുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്, ആ 33% സംവരണം നടപ്പാക്കണമെന്ന ആഗ്രഹം BJPക്ക് ഇല്ല. അത് ഡീലിമിറ്റേഷനുമായി കൂട്ടിക്കെട്ടുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് സഭ പാസ്സാക്കാൻ പോകുന്നില്ല. 33% സംവരണം നടപ്പിലാക്കണ്ടേ? പാസ്സായിട്ട് കാര്യമില്ലല്ലോ ശ്രീ. ഞാൻ പറഞ്ഞല്ലോ 2023 പാസ്സാക്കിയ ബില്ല് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്നു BJPക്ക്. ഡോക്ടർ ഹരി, അതൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. ആരായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ ഇത് പോലെ. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. നമ്മൾ ഈ രാജ്യത്തെ കൂടുതൽ വിഘടനത്തിലേക്ക് നയിക്കാതിരിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആളുകളിലേക്ക് അത്തരത്തിലൊരു ചിന്ത വരുന്നത്? അവിടെ ഒരു പ്രത്യേക ഭാഷയെ അടിച്ചേൽപ്പിക്കുവാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്ന ആളുകൾക്കൊരു ഫീലിംഗ് വന്നപ്പോൾ ഞങ്ങളതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങളതിനകത്തൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊരു സൊല്യൂഷനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പറഞ്ഞെന്താണ്? നമ്മൾ പറഞ്ഞു 3 ഭാഷാ പഠനത്തെ എന്ന് പറയുന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ഭാഷകൾ പഠിക്കുക, അത് ഒരു ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു. BJP വന്നപ്പോൾ ഹിന്ദി മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാണ്. അത് ഞങ്ങളുടെ എതിർപ്പുകാരനാണ് അത് വേണ്ടെന്ന് വെച്ചത്. അപ്പം ആളുകൾക്ക് 28 സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമാണ്. ആ ഫെഡറൽ രാജ്യത്തെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ പറയുകയാണ് ഞങ്ങളെ അവർ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എന്താണ് ഒരു സെക്കൻഡറി ആയിട്ടൊരു ഫീലിംഗ് വന്നു കഴിയുമ്പോഴാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ മാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ട് ആരോഗ്യപരമായിട്ട് ചർച്ച മുന്നോട്ട് പോയതുപോലെ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് BJP തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ എന്തിനാണ് ഈ പാസ്സാക്കിയിട്ടുള്ളൊരു ബില്ലിനെ വീണ്ടും ഈ പറയുന്നത് പോലുള്ള ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ആവുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് BJP ശ്രമിക്കുന്നത്? അവർക്ക് തന്നെ അറിയാം ഇത് നടപ്പാക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ഇതുമായിട്ട് കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ രണ്ടും നടപ്പാവില്ല, അതവിടെ കിടന്നോളും എന്നുള്ള വളരെ ചാണക്യപരമായിട്ടൊരു തന്ത്രം, ആ ചാണക്യ തന്ത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് 33% സംവരണം രാജ്യത്തെ സ്ത്രീകൾക്ക് നൽകുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഞങ്ങളുടെ പരാതി എന്താണ്? 2011 സെൻസസ് പ്രകാരമാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. 2027 സെൻസസ് വന്നതിന് ശേഷം നിങ്ങൾ ആലോചിക്കും, അപ്പോഴല്ലേ എത്ര സ്ത്രീകളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ഇവിടെ എത്ര പുരുഷന്മാരുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ, അപ്പോഴല്ലേ എത്ര പട്ടികജാതിക്കാരുണ്ട്, OBC-ക്കാർ എത്രയുണ്ട്. നിങ്ങളല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? അപ്പം ഈ കണക്കുകളൊന്നുമില്ലാതെ 16 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ നടപ്പാക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇത് നടപ്പാക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അതുതന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അവിടെയാണ് മാഷ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ എനിക്ക് വിയോജിപ്പുകളാണുള്ളത്. കാരണം അങ്ങ് പറഞ്ഞതിനകത്ത് നേരത്തെ ഇവിടെ നമ്മുടെ വർഗീസ് സാറ് സൂചിപ്പിച്ച പോലെ മറ്റൊരു സാധനം അങ്ങ് പറഞ്ഞൂടെ? അത് ചെറിയ കാര്യമല്ല. രാജ്യത്തുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്തിനവസരം പറയുന്നു? തെലുങ്കാന, ഏറ്റവും അവസാനമായി തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? അതിനും നമുക്ക് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിച്ചു. അതും ആ ഭാഷയുടെ കാര്യത്തിൽ തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടത് വിഭജിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ ചോദ്യം, എന്തിനാണ് അമെൻമെൻറ്റ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അമെൻമെൻറ്റ്? അത് ഈ പറയുന്ന പാസ്സാക്കിയിട്ടുള്ളൊരു ബില്ലിൽ എന്തിനാണ് അമെൻമെൻറ്റ്? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ അഡ്രസ് ചെയ്തില്ല. സംവരണം നടപ്പിലാക്കണം.